എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ 2023 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റ് ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ 2023 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ കാർത്തിക നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ 2023 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Ten of Cups, Five of Cups, Hierophant, Four of Wands, Nine of Swords, Emperor energy. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ നല്ലൊരു മാസമാണെങ്കിൽ ഈ ഒരു മാസം മധ്യത്തിൽ ആവുമ്പോഴത്തേക്കും ഒരു 15-ാം തീയതി ആ ഒരു മധ്യഭാഗത്ത് നിങ്ങൾക്ക് കുറച്ച് ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. അത് വലിയ വലിയ സങ്കടങ്ങളൊന്നും അല്ലെങ്കിൽ കൂടിയും കുഞ്ഞു കാര്യത്തെ വലുതാക്കി പെരുപ്പിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ആദ്യം നമ്മൾ ഫസ്റ്റ് കാർഡ് വന്നിട്ട് 10 ഓഫ് കപ്സ് എനർജിയാണ്. കുടുംബത്തിൽ വളരെയധികം സന്തോഷവും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇൻലോസിനെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ കുടുംബമോ ഭർത്താവിന്റെ കുടുംബമോ അവരുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്താനായിട്ട് പറ്റുന്നുണ്ടാവാം. വളരെ ഇപ്പോൾ നല്ലൊരു ബന്ധമൊന്നും അല്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് അവരുടെ വീട്ടിൽ പോയി അവരുമായിട്ട് ഒരുമിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് കൂടിച്ചേർന്നിട്ട് എല്ലാവരും കൂടിയിട്ട് സന്തോഷമായിട്ട് സമയം പങ്കിടാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് ചേർന്നിട്ട് ഒരുമിച്ച് സന്തോഷം പങ്കിടുന്നതിന്റെ ഒരു ആഹ്ലാദം ഇത് സംബന്ധിച്ചിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു 10 ഓഫ് കപ്സ് എനർജി എന്ന് പറയുന്നത് ജീവിതത്തിൽ എല്ലാം, അതായത് ഒരു കംപ്ലീറ്റ്നെസ്, ജീവിതം അതായത് സമ്പൂർണമായി എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ്. കുടുംബം മാത്രമല്ല, കുടുംബത്തിനപ്പുറത്തേക്ക് ഒരു സോഷ്യൽ ലൈഫ് കൂടി, അതായത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി, നിങ്ങളുടെ ആ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ, നിങ്ങൾക്ക് അടുത്ത് താമസിക്കുന്ന നിങ്ങളുടെ നെയ്ബേഴ്സ്, അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഡിവൈൻ കണക്ഷൻ, ഒരു ദൈവികമായിട്ടുള്ള ഒരു ബന്ധം പുലർത്താനായിട്ട് പറ്റുന്ന, അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ളൊരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണക്റ്റിംഗ് ഹാർട്ട്സ്, അല്ലെങ്കിൽ ആളുകളുമായിട്ടൊരു ഹൃദയബന്ധം സൂക്ഷിക്കാൻ പറ്റുന്നതായിട്ട്, അത് നിങ്ങളുടെ അയൽവാസി ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആളായിരിക്കാം, നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് അടുക്കാൻ പറ്റുന്ന ഒരു ഹാപ്പി ഫാമിലി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും, നമ്മൾ പറയില്ലേ വസുദൈവ കുടുംബകം എന്ന് പറയുന്ന ഈ ലോകം, എല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ളൊരു ഫീലിംഗ് ഇവിടെ തരുന്നുണ്ട്. അതേപോലെ നിങ്ങൾ എല്ലാത്തിനോടും നന്ദി പുലർത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിലുള്ള സന്തോഷത്തിനും സമാധാനത്തിനും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഐശ്വര്യത്തിനൊക്കെ നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ ആരാധനാലയങ്ങൾ മിക്കവാറും ദിവസങ്ങൾ നിങ്ങൾ സന്ദർശിക്കുന്നതായിട്ടുള്ള സൂചനയും ഒക്കെ ഇത് തരുന്നുണ്ട്. അതേപോലെ 5 ഓഫ് കപ്സ് എനർജിയാണ്. എന്തോന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വലിയ അങ്ങനെയുള്ള, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായിരിക്കും ഇത്, എന്നേക്കുമായിട്ടുള്ളതല്ല, കുറച്ച് കഴിയുമ്പോൾ അത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇത്രയും നാൾ മാത്രമാണ് ഇതിനുള്ള ഒരു ആയുസ് എന്നുള്ളത്. അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു ആയിരിക്കും, ഏതെങ്കിലും ഒരു സുഹൃത്തായിരിക്കും, ഒരു പക്ഷേ മറ്റൊരു രാജ്യത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഹോസ്റ്റലിൽ താമസിക്കുന്നതായിരിക്കും, 2 വർഷത്തേക്ക് എവിടെയെങ്കിലും പോയി പഠിച്ചതായിരിക്കും, പഠിത്തം കഴിയുമ്പോൾ തിരിച്ചു വരണമെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം. നമ്മൾക്കറിയാമല്ലോ, ഇപ്പോൾ ഫെയർവെല്ലൊക്കെ വരുന്ന സമയത്ത് വളരെ സങ്കടമായിരിക്കും, എല്ലാവരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കരയുന്ന, അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് കരയുന്നേക്കൊരു അതുപോലെയുള്ളൊരു കാര്യമായിരിക്കും. നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. എന്നിരുന്നാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു ചെറിയ ചെറിയ സങ്കടങ്ങൾ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജോലി നഷ്ടമാകുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ജോലി വിടുന്നതായിരിക്കും. നഷ്ടമാകുന്നതിനെ
ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജോലി വിട്ടിട്ട് അതിന്റെ ഒരു സങ്കടം, ജോലിയിലല്ല, ജോലിയേക്കാൾ കൂടുതൽ കൂടെ വർക്ക് ചെയ്യുന്നവരെ മിസ് ചെയ്യുന്നതിന്റെ സങ്കടമായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു സങ്കടങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സ്കൂൾ മാറേണ്ടി വരും. അപ്പൊ അതിന്റെ ഒരു സങ്കടം കുട്ടികൾക്ക് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ആ സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് മാറുന്നതിൻ്റെ ഉള്ള ഒരു സാഹചര്യം ഒക്കെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഹൈറോഫന്റ് എനർജിയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യം. ഈ ഒരു മാസത്തിൽ നിങ്ങൾ വളരെയധികം സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കും. ആത്മീയതയും ദൈവികവുമായിട്ടുള്ള കാര്യങ്ങളിലായിട്ട് വളരെയധികം ഒരു ബന്ധം പുലർത്തുക, അതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സങ്കടവും ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും തണല് നൽകുന്ന ഒരു കാര്യം, ആ ഒരു ദൈവത്തോടടുത്ത് നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും. പിന്നെ നിങ്ങൾ ചില ആളുകൾ വലിയ അമ്പലങ്ങൾ അല്ലെങ്കിൽ പള്ളികൾ സന്ദർശിക്കാം. അതായത് ഒത്തിരി കാടിനകത്തുള്ള ഏതെങ്കിലും അമ്പലമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ശബരിമല അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതുപോലെയുള്ള ക്ഷേത്രങ്ങൾ, പഴനിയിൽ സന്ദർശിക്കുക. അതായത് ഒത്തിരി മലയുടെ മുകളിലോ അല്ലെങ്കിൽ ഒത്തിരി കാടിനകത്തോ, മംഗളാദേവി ക്ഷേത്രം, അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സന്ദർശിക്കാനായിട്ട് അതിനുള്ള സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം താല്പര്യമുള്ള സമയമാണ്. അതേപോലെ നിങ്ങൾ മൃഗങ്ങളോടൊക്കെ വളരെയധികം ഇഷ്ടം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് മൃഗങ്ങളെയൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ എന്തുകൊണ്ടോ നിങ്ങൾക്ക് ഒരു നായ്ക്കുട്ടിയൊക്കെ വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു പൂച്ചയെ വാങ്ങിക്കണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മൃഗങ്ങളെ വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല എങ്കിൽ ആ ഒരു ആഗ്രഹം ഈ ഒരു മാസത്തിൽ സഫലമാകുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിൽ വീട്ടിലുള്ളവർ സമ്മതിക്കുന്നില്ല എങ്കിൽ ഫൈനലി വീട്ടിലുള്ളവരുടെ സമ്മതത്തോട് കൂടിയിട്ട് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സാധ്യമാകുന്നു. അതേപോലെ തന്നെ വീട് വയ്ക്കാനുള്ള ആഗ്രഹം സാധ്യമാകുന്നതിനുള്ള സൂചനയും തരുന്നുണ്ട്. അപ്പോൾ വീട് വയ്ക്കാൻ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫൈനലി അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് വീടിന്റെ കല്ലിടിയിലൊക്കെ കാണിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് കല്ലിടൽ ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വീട് വയ്ക്കുക എന്നുള്ള ഒരു സ്വപ്ന സാക്ഷാത്കാരം സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കുടുംബം, വീട് എന്നുള്ളത് നിങ്ങൾ സാമ്പത്തികമായിട്ട് തരക്കേടില്ലാത്തൊരു സ്ഥിതിയിലുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു വീടും ഒക്കെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് വീട് വയ്ച്ചു കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞു സോഷ്യൽ ലൈഫ്, മറ്റുള്ളവരോട് സ്നേഹവും ദയാദാക്ഷിണ്യവും ഒക്കെ ഉണ്ടാകും, നന്ദി പുലർത്താന്നൊക്കെ പറഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇത് പറയുകയാണെങ്കിൽ മറ്റൊരാൾക്ക്, ഇപ്പൊ വീടില്ലാത്തൊരു കുടുംബത്തിന് ചെറിയ എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് വീട് വെച്ച് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു കൂട്ടം ആളുകൾ ചേർന്നിട്ട് വീടില്ലാത്ത പാവപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വീട് വെച്ച് കൊടുക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ആദിവാസികളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തോ പ്രവർത്തനമൊക്കെ നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു സൂചനയും ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. വളരെയധികം അങ്ങനെയുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജോലിയിലാണെങ്കിലും സോഷ്യൽ ലൈഫിലാണെങ്കിലും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെടുത്തി സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് 9 ഓഫ് സോർട്സ് എനർജി കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിന്റെ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളൊരു കുറച്ച് സ്ട്രെസ്ഡ് ആവുന്നുണ്ട്. എന്ത് കാര്യം കൊണ്ടാണ് നിങ്ങൾ സ്ട്രെസ്ഡ് ആവുന്നതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊരു കാര്യമൊന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ ഡിപ്രഷൻ സാഹചര്യമൊക്കെ ഉണ്ടാവില്ല. എന്ത് കാര്യം ഇപ്പോൾ പലരും പലരുടെ അടുത്തും പറയാം അത് ചെയ്യുക ഇത് ചെയ്യും. നമ്മളിപ്പോൾ ഡിപ്രഷൻ വരുന്ന സമയത്ത് ആളുകൾ ചോദിക്കും ഓക്കെ നിങ്ങൾക്ക് അത് ചെയ്യുക ഇത് ചെയ്യുക എന്നൊക്കെ പറയും, ഡിപ്രഷൻ എന്താണെന്ന് അറിയാത്ത ആളുകൾ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ഒരു സൈക്കോതെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യമാണ്. കുറഞ്ഞ പക്ഷെ ഒരു കൗൺസിലറെ കാണുക, അവരുടെ അഭിപ്രായ പ്രകാരം നല്ലൊരു സൈക്കോളജിസ്റ്റ് ആരാണ് എങ്ങനെയാണ് എന്ന് അന്വേഷിച്ചിട്ട് പോകുന്നത് നല്ലതാണ്. കാരണം ഇത് പലരുടെ സംബന്ധിച്ച് സങ്കടം എന്നാണ് ഡിപ്രഷൻ പറയുന്ന പേര്. അപ്പോൾ വെറുതെ സങ്കടം വരുന്ന അത് പ്രശ്നമൊന്നുമില്ല, നീ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും എന്നുള്ള പറച്ചില് വീണു പോകാതിരിക്കുക. കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് അകാരണമായിട്ടുള്ള ഭയം, ഒരു പാരനോയ പോലെ ഒരു ഫിയർ, ഭയം ഉള്ളിലുണ്ടാവും. പക്ഷെ ചില ഭയങ്ങൾ ഒരു ആങ്കേർഡ് ആയിട്ടുള്ള, അതായത് അവിടെ നങ്കൂരമിട്ട് കിടക്കുന്ന ഒരു കപ്പല് പോലെ കുറെ നാളായിട്ട് കിടക്കുന്ന ഭയമാണെങ്കിൽ അത് അകറ്റണമെങ്കിൽ ഒരു സഹായം, വൈദ്യസഹായം ആവശ്യം ഉണ്ടാകും. അപ്പൊ അതിനൊരു കൗൺസിലറെ കാണാൻ അത്യാവശ്യമാണ്, അതൊന്ന് ശ്രമിക്കുക. പിന്നെ പൊതുവെ ഈ ഒരു എനർജി പറയുകയാണെങ്കിൽ രാജയോഗം കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ജാതകവശാൽ രാജയോഗം ഉള്ളവരാണെങ്കിൽ
ചില സമയങ്ങൾ വളരെ പ്രധാനമാണ്. അപ്പൊ ഈ ഒരു മാസം വളരെ നല്ലതാണ്. വലിയ വലിയ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു ചെയ്യാൻ പറ്റിയ ഒരു 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 മാസമാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പറയാം. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു 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 സമയം കൂടിയിട്ടാണ് ഇത്. ആ ഒരു രാജയോഗം നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ് എന്നുള്ളത് വേണ്ടി പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.